ഏത് ക്ലൈമറ്റും ചൂടായാലും തണുപ്പായാലും ഇത് ചൂടോടെ കൂടി കുറച്ച് കുടിച്ചാൽ മതി. പിന്നെ പറയണ്ട. എന്നാൽ കാണാം നമുക്ക്. 4 തക്കാളി, ചെറിയൊരു സവോള, മല്ലി ഇലയല്ല മല്ലിത്തണ്ടാണ് ആവശ്യം. മല്ലി ഇല അധികം യൂസ് ചെയ്യില്ല ഇതിൽ. ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മളൊരു സോസ് പാൻ വെച്ചിട്ട് അതിൽ 1 സ്പൂണ് ബട്ടർ ഇട്ട് നന്നായി ഉരുകിയതിന് ശേഷം നമ്മൾ കഷ്ണങ്ങൾ വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ പീസ് തന്നെ അതിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാതും ഇടാം. ഇനി മല്ലീൻ്റെ തണ്ടും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അവസാനം തക്കാളി ഇട്ട് ഒന്ന് ഇതായതിന് ശേഷം വലിയ 2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി വെന്തതിന് ശേഷം നമുക്ക് ജാറിലോട്ട് മാറ്റി കഷ്ണങ്ങൾ മാത്രം മാറ്റി അരച്ച് പേസ്റ്റാക്കി അരച്ചെടുക്കാം. എന്നിട്ട് അരിച്ചെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഒരു ഗ്ലാസ്സിൽ ആക്കി വയ്ക്കാം. പിള്ളേർക്ക് കോൾഡൊക്കെ ഉള്ളപ്പോൾ ഈ സൂപ്പ് വളരെ നല്ലതാണ്. ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഗ്ലാസ്സിലത്തെ വെള്ളവും ഈ അരിച്ചെടുത്ത ഈ സോസും രണ്ടും കൂടി സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലോറാണ് ആവശ്യം. ഞാൻ ഇവിടെ ഓർഗാനിക് കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഒരു മഞ്ഞ കളർ കേട്ടോ. ഈ പാനിൽ ഇനി 1/2 സ്പൂണ് ഉപ്പ്, 1 സ്പൂണ് പഞ്ചസാര, ചതച്ചെടുത്ത കുരുമുളക് പൊടി 1/2 സ്പൂണും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് മിക്സാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതിലേക്ക് ഗ്ലാസ്സിൽ മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡിയായി. ഒരു ബ്രെഡ് ചെറിയ ചെറിയ പീസാക്കി ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. സൂപ്പിലേക്ക് ഇടാനാണ്. നമ്മുടെ സൂപ്പ് റെഡിയായത് ബൗളിലോട്ട് മാറ്റണം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇടാം. മുരുമുരാന്നുണ്ടാവും. സൂപ്പ് കുടിക്കുമ്പോൾ ഇതും കൂടി കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ടും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് കണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.